നമുക്ക് ചുരിദാറിൻ്റെ ഒരു വീഡിയോ ആണ്. അതിനകത്ത് പല ടൈപ്പിലുള്ള മെറ്റീരിയൽസ് നമ്മൾ കാണിക്കുന്നുണ്ട്. നമുക്കൊരു ഡെയിലി വെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള മെറ്റീരിയൽസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും പീസസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. ഇത് നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ അതൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ നറുക്കിട്ട് വിന്നേഴ്സിനെ തിരഞ്ഞെടുത്ത് എല്ലാ മാസവും 9 പേർക്ക് അവർക്കും ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന ഈ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എയിൻസ് ബൊട്ടീക്ക് എന്നാണ്. എയിൻസ് ബൊട്ടീക്കിലിടുന്ന എല്ലാ വീഡിയോസും അതിനകത്തിടുന്ന എല്ലാ പോസ്റ്റുകളും എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് എടുക്കുക, നമ്മുടെ ഫോണിൽ യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കണ്ണാടിയുടെ ഷേപ്പിലുള്ള ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് എയിൻസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. എയിൻസ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ എയിൻസ് ബൊട്ടീക്ക് എന്ന് വരും. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്തു. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് എയിൻസ് എന്നുള്ള എംബ്ലത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് എന്ന് കിടപ്പുണ്ട്. ആ സബ്സ്ക്രൈബ്ഡ് എന്ന് കിടക്കുന്നതിൻ്റെ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ എവിടെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഹോം പേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഹോം എന്നുള്ള ഇവിടെ ഒരു താഴെ കാണുന്ന ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിലൊരു ബെൽ ബട്ടൺ കാണും. ആ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് എയിൻസ് ബൊട്ടീക്ക് അപ്ലോഡഡ് ചുരിദാർ മെറ്റീരിയൽസ്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് കാണാനായിട്ട് പറ്റും. താങ്ക് യു. ഫസ്റ്റ് വരുന്നത് നമുക്ക് ഒരു ക്രഷ്ഡ് ടിഷ്യൂ ഫീലിൽ വരുന്ന മെറ്റീരിയലാണ്. ഇതിൻ്റെ ടോപ്പ് കണ്ടോ, ഒരു ക്രഷ്ഡ് ഫീലിലാണ്. ക്രഷ്ഡ് സ്ലൈറ്റ്ലി ടിഷ്യൂവും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള, എന്നാൽ ഭയങ്കര ഗ്ലേസിങ് ഉള്ള ടൈപ്പ് അല്ല കേട്ടോ. ഇതൊരു നല്ലൊരു സഫയർ ഗ്രീൻ്റെ അല്പം കൂടി ഒരു ലൈറ്റർ ടോൺ. അതിൻ്റെ യോക്കിൽ ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ഇതാണ്. അതിൻ്റെ ദുപ്പട്ടയിലും 2 സൈഡിലും ഇതുപോലെ എംബ്രോയിഡറി വർക്കും ബോഡിയിലും ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബോട്ടം സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന ബോട്ടം 1780 ഇതിൻ്റെ റേറ്റ് വരുന്നത് 1780. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു നല്ലൊരു പേസ്റ്റൽ ഒരു ഗ്രീനിഷ് ടോൺ. അതിനകത്ത് ഇതേപോലെയാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയുടെ 2 സൈഡും ഇതുപോലെ എംബ്രോയിഡറി വർക്ക് വരും. 1780 സെയിം ടോണിൽ വരുന്ന ബോട്ടം അറ്റാച്ച്ഡ്. അടുത്തത് വരുന്നത് നമുക്ക് കോട്ട മെറ്റീരിയലിൽ. കോട്ട മെറ്റീരിയലിൽ നമുക്കിത് സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമുള്ള കോട്ടയല്ല കേട്ടോ. 1170 ഇതിൻ്റെ ലോവർ പാർട്ടിൽ ഇതേപോലെയുള്ള വർക്ക് വരും. അതേപോലെ തന്നെ അതിൻ്റെ അപ്പർ പോർഷനിലും വർക്ക് ഒരു പീച്ച് പിങ്ക്, ഒരു ലൈറ്റ് പീച്ച് ആ ഒരു ടോണാണ് കേട്ടോ. അതിനകത്ത് ബ്രൗൺ, ചോക്ലേറ്റ് ബ്രൗണിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി, അതേപോലെ തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ട സെയിം ടോണിൽ വരുന്ന ബോട്ടം. ഇതൊക്കെ നമുക്ക് ഡെയിലി വെയറിനൊക്കെ നല്ല സെറ്റുകളാണ്. അടുത്തത് വരുന്നത് നമുക്കൊരു 950 റേഞ്ചിൽ ഒരു ടിഷ്യൂ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, ഒരു ബേജ് ടോൺ ആണ്. ഭയങ്കര ഡാർക്ക് ബേജ് അല്ല, ഒരു ലൈറ്റ് ബേജ് ടോൺ. ടിഷ്യൂ ബ്ലെൻഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ ഭയങ്കര ഗ്ലേസിങ് ഉള്ള അങ്ങനത്തെ ടൈപ്പ് അല്ല കേട്ടോ. ചെറുതായിട്ടൊരു ടിഷ്യൂ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ്. അതിനകത്ത് യോക്കിൽ ഇതേപോലെ എംബ്രോയിഡറി വരും കണ്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. നല്ല ഗ്രീനിഷ് ടോൺ. അടുത്തത് വരുന്നത് നമുക്കൊരു ഹക്കോബ പാറ്റേണിൽ ഒരു പേസ്റ്റൽ ഗ്രീൻ ടോണാട്ടോ. ഇതെനിക്ക് തോന്നുന്നു വീഡിയോയിൽ ചിലപ്പോൾ ഇച്ചിരി ലൈറ്ററായിട്ട് തോന്നുമായിരിക്കും. 1150. ഇത് ഹക്കോബ പാറ്റേൺ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു സെമി സിൽക്ക് മെറ്റീരിയലിലാണ്, കോട്ടൺ അല്ല. യോക്കിൽ ഇതേപോലെ എംബ്രോയിഡറി വർക്ക്, ഒരു കോഫി ബ്രൗൺ ടോണിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്ക്. ഇങ്ങനെയാണ് സെറ്റ് വരുന്നത്. അതിനകത്ത് ദുപ്പട്ട വരുമ്പോൾ നമുക്കൊരു സെമി സിൽക്ക്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സെമി സിൽക്ക് മെറ്റീരിയലിൽ ഇതേപോലെ ഓൾ ഓവർ ദ ബോഡി എംബ്രോയിഡറി വർക്ക്, സെയിം ടോണിൽ വരുന്ന ബോട്ടവും അറ്റാച്ച്ഡ്. ഇപ്പോഴാട്ടോ കറക്റ്റ് കളറ്. അടുത്തത് വരുന്ന അതിൻ്റെ തന്നെ ലാവൻഡർ ടോൺ. ലാവൻഡർ 1150
ഇതൊക്കെ നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് അതുകൊണ്ട് ഡെയിലി യൂസിനൊക്കെ നല്ല സെറ്റുകളാണ്. ഇതേപോലെ വർക്ക് വരും. ലാവൻഡറിൽ തന്നെ അങ്ങനെ ആ ഒരു കോഫി ബ്രൗൺ ടോണിൽ വന്നിരിക്കുന്ന ദുപ്പട്ട, സെയിം ടോണിൽ തന്നെ വരുന്ന ബോട്ടം അറ്റാച്ച്ഡ്. 1150. അടുത്ത് വരുന്ന അതിൻ്റെ നല്ലൊരു ബ്ലൂയിഷ് ടോൺ, നല്ല ഭംഗിയുള്ളൊരു ടോൺ, നല്ല ബ്ലൂ, സെയിം ടോണിൽ തന്നെ വരുന്ന ദുപ്പട്ട, സിൽക്ക് മെറ്റീരിയലിൽ തന്നെ വരുന്ന ദുപ്പട്ട ആൻഡ് ബോട്ടം. 1150 ഇത് നല്ല മെറ്റീരിയലാണ്. നമുക്ക് ഡെയിലി യൂസിനൊക്കെ നല്ല ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആട്ടോ, ഫ്രണ്ടിൽ മാത്രമാണ് ഹക്കോബയുടെ വർക്ക് വന്നിരിക്കുന്നത്. അടുത്തത് വരുന്നത് നമുക്ക് പിങ്ക് ടോണിൽ ഇതേപോലെ യോക്കിൽ ഇതേപോലെ വർക്ക് വരും. കോട്ട മെറ്റീരിയലാണ്. 1580 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ബോഡിയിലും ഇതുപോലെ വർക്ക് വരും. അതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. സെയിം ടോണിൽ തന്നെ വരുന്ന ബോട്ടവും അറ്റാച്ച്ഡ് ആണ്. 1580. നല്ലൊരു ബേബി പിങ്ക് ടോണിൽ വന്നിരിക്കുന്ന സെറ്റ്. അടുത്തത് വരുന്നത് ബ്ലാക്ക്. ആ പിങ്കിൻ്റെ തന്നെ ഒരെണ്ണം കൂടെ ഇല്ലായിരുന്നു, ഒരു ഡിസൈൻ ഡിഫറെൻ്റ് ആയിട്ട്. ബ്ലാക്ക്, ഇതൊരു വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാട്ടോ. അതിനകത്ത് യോക്കിൽ ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്. ദുപ്പട്ട വരുമ്പോഴും ഇത് 990 റേഞ്ചിൽ വരുന്നതാണ്. ദുപ്പട്ട വരുമ്പോഴും ഇതുപോലെയാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. സെയിം ടോണിൽ വരുന്ന ബോട്ടം അറ്റാച്ച്ഡ്. 990. അടുത്തത് വരുന്നത് ആദ്യം കാണിച്ച പിങ്കിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ, ബേബി പിങ്കിൽ. ഇതാണ് അടുത്ത ഡിസൈൻ. ദുപ്പട്ടയുടെ ഡിസൈനും അതേപോലെ തന്നെ ഇതാണ് ദുപ്പട്ടയുടെ ഡിസൈൻ വരുന്നത്. 1580. കോട്ടൺ കോട്ടയല്ല, അപ്പോൾ അതുകൊണ്ട് സ്റ്റാർച്ച് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല കേട്ടോ. അടുത്തത് വരുന്നത് നമുക്ക് വിചിത്ര സിൽക്കിൽ തന്നെ നല്ലൊരു ചില്ലി റെഡ് ടോൺ, അല്പം ഒരു മെറൂൺ ചേർന്നിട്ടുള്ള ഒരു ടോണില്ലേ, അതേപോലെ ഒരു റെഡിൻ്റെ. 1350. അതിൻ്റെ 1380. അതിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ഓൾ ഓവർ ദ ബോഡിയിൽ വർക്ക് വരും. ദുപ്പട്ട വരുമ്പോൾ അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. വൺ സൈഡ് ഇതേപോലെ വർക്ക്, സെയിം ടോണിൽ തന്നെ വരുന്ന ബോട്ടം. സെയിം ടോൺ, ഈ വർക്കിൻ്റെ അതേ ടോണിൽ വരുന്ന ബോട്ടം. അടുത്ത് വരുന്ന അതിൻ്റെ നല്ലൊരു പർപ്പിൾ ടോൺ, നല്ല ബ്യൂട്ടിഫുൾ ഒരു പർപ്പിൾ ടോൺ. ഫ്രണ്ടിൽ ഫുൾ ഈ ഒരു വർക്ക് വരും. സെയിം ടോണിൽ വരുന്ന ബോട്ടവും അറ്റാച്ച്ഡ് ആണ്. ദുപ്പട്ട വരുമ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. 1380. അടുത്ത സൈഡും സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയുടെ. അടുത്തത് വരുന്നത് നല്ലൊരു ഒരു പീക്കോക്ക് ബ്ലൂവിൻ്റെ അതേപോലെയുള്ളൊരു ഷെയ്ഡ് അല്ല, അത്രയും ഡാർക്കല്ല, പക്ഷെ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്. ദുപ്പട്ട. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു കോഫി ബ്രൗണിഷ് ടോൺ. ദുപ്പട്ട. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാറിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. നമ്മൾ പോസ്റ്റായിട്ടോ കൊറിയറായിട്ടോ അയച്ചു തരുന്നതായിരിക്കും. പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.